ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാസ് വേൾഡ്. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉള്ളിയും തക്കാളിയും ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പീസി ചിക്കൻ കുക്കർ ബിരിയാണിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു റെസിപ്പിയാണിത്. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് ടേസ്റ്റി ബിരിയാണി റെസിപ്പിയാണിത്. അപ്പോൾ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം അല്ലേ. ഇതിനു വേണ്ടി ഞാനിവിടെ ഇപ്പോൾ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാറ്റി ബോൺ പീസസ് മാത്രം ബിരിയാണി കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേഷന് വേണ്ടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും, ഒരു 6 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി വേണം. ഇനി ഇതെല്ലാം പാടക്കൂടെ ഒരു മിക്സർ ഗ്രൈൻഡറിലേക്കിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ചെറുനാരങ്ങ നീരും ചേർത്ത് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് ചിക്കനിലേക്ക് ചേർത്ത് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും പിന്നെ ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് ചിക്കൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു 3 കപ്പ് ബസ്മതി റൈസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ദമ്മ് ചെയ്യുന്നേരം ആഡ് ചെയ്യേണ്ടതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ക്യാരറ്റ് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരല്പം കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചൂടായ പാനിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗീയും 1/2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് നമുക്ക് ഈ ക്യാരറ്റ് ജസ്റ്റ് ഒരു 20 സെക്കൻഡ്സ് ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും വറുത്ത് കോരി മാറ്റാം. ഇനി ഒരു ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരല്പം സാഫ്രണും ചേർത്ത് ഒന്ന് 20 സെക്കൻഡ്സ് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമില്ല. നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് നല്ലപോലെ വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 5 ഏലക്കായി, 5 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 10 മണി കുരുമുളക്, ഒരു ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നല്ലപോലെ ഉപ്പ് ചേർക്കുക. ഉപ്പ് ഒരല്പം മുന്തി നിൽക്കണം കേട്ടോ, എന്നാലേ ചോറിൽ ഉപ്പുണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം നല്ലപോലെ വെട്ടിത്തിളച്ചാൽ ഇതുപോലെ വെട്ടിത്തിളച്ചാൽ നമുക്ക് ഡ്രെയിൻ ചെയ്ത അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറക്റ്റ് 5 മിനിറ്റ് റൈസ് ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, 5 മിനിറ്റ് മാത്രമേ വേണ്ടൂ. അതുപോലെ തന്നെ റൈസിന് ഇതുപോലെ തുള്ളി വേവാനുള്ള അത്രയും വെള്ളം വേണം. 5 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നും 1 സ്പൂൺ വെള്ളം ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അരി ഊറ്റിയെടുക്കാം. ഇപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ലെയർ ചെയ്യാൻ വേണ്ടി ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞു വെക്കുക. പിന്നെ കുറച്ച് ഗരം മസാല, സാഫ്രൺ മിൽക്ക്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ക്യാരറ്റും വറുത്ത് കോരിയ നെയ്യ്, പിന്നെ നമ്മളിപ്പോൾ എടുത്ത് വെച്ച വെള്ളവും കൂടി നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി നമുക്കിത് ലെയർ ചെയ്ത് അടുപ്പിലേക്ക് വേവിക്കാൻ വെക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള കുക്കർ എടുക്കാം. വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ചിക്കനൊക്കെ നിരത്തി വെച്ചതിന് ശേഷം ബാക്കിയുള്ള മാരിനേഡും കൂടി അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ നിരത്തിയതിന് ശേഷം ഈ ഓയിൽ സൈഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി വരുന്ന പാകത്തിനായിരിക്കണം ഓയിൽ വേണ്ടത് കേട്ടോ. ചിക്കന് മുകളിലായിട്ട് വേവിച്ച് വെച്ച റൈസിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് സാഫ്രൺ മിൽക്കിൻ്റെ പകുതി, കുറച്ച് മല്ലിയിലയും പുതിനയിലയും, പിന്നെ ഒരല്പം ഗരം മസാല, ക്യാരറ്റും അണ്ടിപ്പരിപ്പും, പിന്നെ നമ്മൾ പൊരിച്ച ഗീയുടെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതിന് മുകളിൽ റൈസ് ഇട്ടിട്ട് ഇതേ ലെയർ റിപ്പീറ്റ് ചെയ്യുക.
ഏറ്റവും അവസാനം നമ്മൾ റൈസ് വേവിച്ചപ്പോൾ മാറ്റി വെച്ച വെള്ളം ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു കത്തി കൊണ്ട് ജസ്റ്റ് 4-5 ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് അടച്ച് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇതൊരു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വെക്കുക. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് 2 വിസിൽ വരും. മാക്സിമം 15 മിനിറ്റ് വരെ വെക്കുന്നുണ്ട് കേട്ടോ. 2 വിസിലിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. ഇതാ നല്ല ആവി പറക്കുന്ന ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. റൈസ് ആദ്യം മേലേന്ന് ഇങ്ങനെ കോരി മാറ്റാം. ഒന്നിനോടൊന്നൊട്ടാതെ റൈസൊക്കെ നല്ല വേറിട്ട് നിൽക്കുന്നുണ്ട്. കറക്റ്റ് പാകത്തിന് വെന്തും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ മസാല പരങ്ങിയ ചോറും കൂടി റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ മടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഈ ചിക്കനും ഈ മസാല പരങ്ങിയ റൈസൊക്കെ നമുക്ക് ചോറിൻ്റെ മുകളിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. ഒരുപാട് മെനക്കെടൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ബിരിയാണിയാണിത്. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. പിന്നെ ഉള്ളി മുറിക്കലും വയറ്റലും ഇങ്ങനത്തെ മെനക്കെടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് അടുക്കളയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. മാക്സിമം ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മുടെ എല്ലാ പരിപാടികളും കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കുന്നേരം ഞാൻ ഈ പറഞ്ഞ ടൈമിങ്ങും ഫ്ലെയിം കൺട്രോളും നിർബന്ധമായിട്ടും പാലിക്കുക. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ അടിക്ക് പിടിച്ച ആകപ്പാടെ ബിരിയാണി അട്ടർ ഫ്ലോപ്പായി പോകും കേട്ടോ. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരല്പം മല്ലിയിലയും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് പുഴുങ്ങിയ മുട്ട ഹാഫായിട്ട് സ്ലൈസ് ചെയ്ത് ഇതിന് ചുറ്റും വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി പീസി ചിക്കൻ കുക്കർ ബിരിയാണി ഇതായി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നല്ലൊരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ്. ഓരോ റൈസിലും ആ ചിക്കൻ്റെയും ആ മസാല നമ്മൾ ചേർത്ത മസാലേൻ്റെ ഒക്കെ ഫ്ലേവേഴ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയും റെസിപ്പിയും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.